എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കുമുള്ള നിരവധി സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ അല്പം ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന സംശയമാണ് അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം, അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബാങ്ക് വഴി എങ്ങനെയാണ്, അതുപോലെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഏതൊക്കെ കോളേജുകളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ID നൽകുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ഇവിടെ പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം, അവിടെ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുന്നത്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നോക്കുന്ന സമയത്ത് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങൾക്കിവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഓപ്ഷൻസ് തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ്, അതായത് ഓൾറെഡി അടച്ചവരാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമായിരിക്കും. ഓപ്ഷൻ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ആയിട്ട് നിങ്ങളുടെ പരിഗണിക്കുന്ന ഓപ്ഷനുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള അലോട്ട്മെൻ്റ് ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് നമ്പർ, ഡേറ്റ്, ക്വാട്ട, ഓപ്ഷൻ, കോളേജ്, കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് 1 എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം, സെക്കൻഡിൽ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം അലോട്ട്മെൻറ്റ് നമ്പർ 2 എന്നാണ് കാണുന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരു മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടാവും, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 2 ഓപ്ഷൻസ് ഉണ്ടാവുക, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും, അതുപോലെ രണ്ടാമത്തെ ചലാൻ സെലക്ട് ചെയ്യാൻ ചലാൻ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ചലാൻ ഓപ്ഷൻ ഉണ്ട്. ചലാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ്റെ ആ ഒരു PDF പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിലാണ്, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതിൽ എത്ര രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ ഫീസ് അടക്കാനുണ്ട് എങ്കിൽ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ MLT കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതിന് ഏകദേശം 20,000 സംതിങ് രൂപയാണ്, അതായത് 20,000 ഏകദേശം 80 തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഫീസാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് 20,080 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു പൈസ ആയിരിക്കും നിങ്ങൾ അടച്ചിട്ടുണ്ടാവുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ആയിട്ട് ഏകദേശം ഒരു 3,000 സംതിങ് രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ട ഫീസ് ബാലൻസ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ബാലൻസ് ഫീസ് ആയിട്ട് വല്ലതും നിങ്ങൾ അടക്കേണ്ടതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു പൈസ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ പോയിക്കൊണ്ട്, അതായത് ഈ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പരിശോധിച്ച ശേഷം ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചലാൻ
അത് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചലാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചലാനിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേര്, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പ്രകാരം എത്ര രൂപയാണ് അതിൽ അടക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പൈസയും എടുത്ത് ഈ ഒരു ചലാനും എടുത്തുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തത് എന്നുള്ളത് വന്നിട്ടുണ്ടാകും. അതേസമയം ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷമായിരിക്കും അത് വെബ്സൈറ്റിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് വരിക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അടയ്ക്കേണ്ടത്. എക്സ്ട്രാ ഫീസൊന്നും വന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ബാലൻസ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ഫീസ് എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാലൻസ് ഫീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ചലാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വല്ല ഫീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല എങ്കിൽ ഓൾറെഡി പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഫീ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷനാണ്. അഡ്മിഷൻ 3rd അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഉണ്ടാവുക. അതായത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് 3rd അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഇനി എങ്ങനെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം, അതുപോലെ ഓപ്ഷൻ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഫീ റെസിപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എത്ര രൂപയാണ് അടച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. നിങ്ങൾ ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിനകമാണ് ഇവിടെ വരിക. അപ്പോൾ ഈ ഓഗസ്റ്റ് 29-ാം തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക. ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും, അതുപോലെ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇല്ല. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ നേരത്തെ പറഞ്ഞതുപോലെ ബാലൻസ് ഫീസ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ബാലൻസ് ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ബാലൻസ് ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വല്ല ബാലൻസ് ഫീസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ 3rd അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലെ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ 3rd അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത്. അതായത് പ്രത്യേകിച്ച് ഒന്നുമല്ല, ജസ്റ്റ് നൽകിയ എല്ലാ ഓപ്ഷനും കാണിക്കുന്നത് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നഴ്സിംഗ് കോളേജിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് സെൽഫ് ഫിനാൻസ് കോളേജ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതായത് കക്കോട്, തിരുവനന്തപുരം സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ ആ ഒരു കോളേജ് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ്, വെള്ളറട, തിരുവനന്തപുരം, അവിടെയും സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജാണ് വന്നിട്ടുള്ളത്. അതായത് 2 കോളേജാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഏകദേശം ഇനി ബാക്കി 2 കൂടിയുണ്ട്. അതായത് ടോട്ടൽ 4, അത് 4, 5, അതായത് 5 കോളേജ് നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് 5 കോളേജാണ് നഴ്സിംഗിൻ്റേത് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും കോഴ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വന്നിട്ടില്ല. അപ്പോൾ 5 കോളേജ് പുതുതായിട്ട് സെൽഫ് ഫിനാൻസ് കോളേജ് വന്നിട്ടുണ്ട് നഴ്സിംഗിൻ്റേത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, ഇനി അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങളെ പരിഗണിക്കേണ്ടതില്ല, ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് റിമൂവ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കുറേ കോഴ്സ് കാണാം. അതായത് ഇവിടെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് മുൻപ് നൽകിയ എല്ലാ കോളേജും കോഴ്സും കാണിക്കുന്നത്.
നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള 4 ഓപ്ഷനും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജസുമാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്കിപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. അതിനായിട്ട് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസ് മുഴുവൻ റിമൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കുമെന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീസ് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വല്ല ബാലൻസ് ഫീസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതും. ബാലൻസ് ഫീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് അടച്ചാൽ മതിയാകും. അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് അടക്കാം. അപ്പോൾ ഓഗസ്റ്റ് 29-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് വന്നുള്ള കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കിട്ടി, അതായത് ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയെങ്കിൽ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്യുകയും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെടുകയും പിന്നീട് ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നേടാവുന്നതും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.